വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഈ രണ്ട് തമദ്ദുൻ്റെ ക്ലാസ്സിൽ പറയുന്നത് ഉലൂമുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഇൽമുകൾ എന്ന വിഷയത്തിലാണ്. അപ്പോൾ അതിൽ 7 ഇൽമാണ് ഇതിൽ മെയിൻ ഹെഡിങ് ആയിട്ട് പറയുന്നത്. ഫിഖ്ഹ്, ഹദീസ്, തഫ്സീർ, ഇൽമുൽ കലാം, ഇൽമു തസവുഫ്, താരീഖ്, ജോഗ്രഫി. അപ്പോൾ ഇതിൽ തന്നെ ഫിഖ്ഹാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഫിഖ്ഹിലെ 4 പണ്ഡിതന്മാരെ പറ്റിയാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫഖീഹുകൾ ഉണ്ടായിരുന്നത് മദീനയിലായിരുന്നു. ഫഖീഹുൽ മദീന എന്നറിയപ്പെട്ടിരുന്നത് മഹാനായ മാലിക് ഇമാമുമായിരുന്നു. ഇതേ സമയത്ത് ഇറാഖിലുള്ള ആൾക്കാർ ഉലൂമുൽ ഖുർആൻ പഠിച്ച കാരണത്താൽ തന്നെ അവരുടെ തലമുറയിൽ വന്നവർ ഈ ഫിഖ് ചെറുതായൊക്കെ പഠിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഈ ഹദീസിനോട് ടച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഫിഖ് മറ്റൊരു രീതിയിലായിരുന്നു. ഇവരുടെ നേതാവായിട്ട് മഹാനായ ഹനഫി ഇമാമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 2 തരത്തിലുള്ള മദ്ഹബ് അവിടെ വന്നത്. അതിനുശേഷം മഹാനായ ഷാഫി ഇമാം വന്നിട്ട് ഈ ഒരുപാട് യാത്രകൾ ചെയ്തിട്ട് 2 നാടുകളിലുമായിക്കൊണ്ട് ഒരുപാട് യാത്രകൾ ചെയ്ത് അവിടെ നിന്നൊക്കെയുള്ള ഇൽമും ഹദീസും ഒക്കെ ശേഖരിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് 3ാമതൊരു മദ്ഹബാക്കി. അതിനുശേഷമാണ് ഹംബലി ഇമാം വന്നിട്ട് 4ാമതൊരു മദ്ഹബ് ആക്കുന്നത്. ഇനി ഈ 4 പണ്ഡിതന്മാരെ പറ്റിയുള്ള ചർച്ചയാണ് ഇനി പറയുന്നത്. ആദ്യം തന്നെ മഹാനായ അബൂ ഹനീഫ ഇമാം. യഥാർത്ഥ പേര് നുഅ്മാൻ ഇബ്നു സാബിത്ത് ഇബ്നു സൗത്തി ഇബ്ൻ മാഹ്. സൗത്തി എന്നും വായിക്കാം, സൗത്തി എന്നും വായിക്കാം. ഹിജ്റ 80 മുതൽ 150 വരെയായിരുന്നു മഹാനവറുടെ കാലം. ഇവർ കൂഫയിൽ ജനിച്ചിട്ട് അധികകാലം അവിടെ തന്നെ ജീവിക്കുകയും ചെയ്തു. പിന്നീട് അവസാനം ബാഗ്ദാദിലേക്ക് പോയി അവിടെയാണ് മഹാനവറുകൾ വഫാത്താകുന്നത്. ഇവർ താബിഈ ഗണത്തിലാണ് പെടുക. കാരണം മഹാന് 4ഓളം സഹാബികളെ കാണുകയും ആ സഹാബികളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ 4 സഹാബികൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു, സഹ്ൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു, അബൂ തുഫൈൽ ആമിർ ബിൻ വാഇല റളിയല്ലാഹു അൻഹു എന്നിവരാണ്. പിന്നെ പറയുന്നത് വെച്ചാൽ ഇവർ കച്ചവടത്തിൽ ഭയങ്കര സത്യസന്ധത പുലർത്തുന്ന ആളായിരുന്നു. ഭയങ്കര നീതിബോധത്തോടെ വിൽക്കലും വാങ്ങലും നടത്തിയിരുന്ന ആളായിരുന്നു എന്നതിനൊക്കെ പറ്റിയാണ്. പിന്നെ ഇവരുടെ പ്രധാന ഉസ്താദ് ഹമാദ് ബിൻ സുലൈമാൻ എന്നവരായിരുന്നു. 18ഓളം വർഷം ഓരോരുത്തർ നിന്ന് ഇൽമു പഠിക്കുകയാണ് ചെയ്തത്. ഇവർ ഈ മസ്അലകൾ എടുക്കുമ്പോൾ ആദ്യമായിട്ട് പരിഗണിച്ചിരുന്നത് ഖുർആനെയും പിന്നീട് ഹദീസിൻ്റെയും പിന്നീട് സഹാബത്തിൻ്റെ കൗലിനെയും പിന്നീട് ഇജ്മാഇനെയും ഇവയൊന്നും അല്ലെങ്കിൽ ഖിയാസ്, ഇസ്തിഹ്സാൻ, ഉർഫ് എന്നിവയിലേക്ക് എന്നിങ്ങനെയായിരുന്നു എടുത്തിരുന്നത്. ഈ ഓർഡർ മഹാനായ ഷാഫി ഇമാമിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഓർഡർ: ഖുർആൻ, ഹദീസ്, ഖൗല് സഹാബ്, ഇജ്മാ, ഖിയാസ്, ഇസ്തിഹ്സാൻ, ഉർഫ്. ഓരോ മസ്അലകൾ എടുക്കുമ്പോഴും പണ്ഡിതന്മാരെ വിളിച്ചിട്ട് ചോദിക്കും, എന്താണ് ഇങ്ങനൊരു വിഷയമുണ്ട്, എന്താണ് ഹുക്കുമ്, അതിൻ്റെ വിധിയാണ്. അപ്പോൾ പണ്ഡിതന്മാർ അവരുടേതായ തെളിവുകൾ നിരത്തി ഓരോന്ന് പറയും. അവർക്കുള്ള ഹദീസുകൾ, ഇന്ന ഹദീസ് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവസാനം ആ ഹുക്കുമ് എല്ലാവരും യോജിച്ചതാണെങ്കിൽ അതവിടെ കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെ തെളിവ് പറയും. എന്നിട്ട് ഏത് തെളിവിനാണോ പവറുള്ളത്, കൂവത്തുള്ളത്, അതിനനുസരിച്ച് അങ്ങനെയാക്കി വിധി മാറ്റുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഇവർക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ പലതും ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. അതിൽ മെയിനായിട്ട് എണ്ണപ്പെടുന്ന 3 എണ്ണങ്ങൾ കിതാബുൽ ഇൽമി വ തഅല്ലുമി, കിതാബുൽ റദ്ദി അലൽ ഖദരിയ, കിതാബുൽ ഫിഖ്ഹിൽ അക്ബർ എന്നീ ഗ്രന്ഥങ്ങളാണ് മെയിനായിട്ട് എണ്ണപ്പെടുന്നത്. ഇനി പറയാനുള്ളത്, മഹാനവറുകൾ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസുകളിൽ തന്നെ 215ഓളം ഹദീസുകൾ വേറെ ഒരു പണ്ഡിതനും റിപ്പോർട്ട് ചെയ്യാത്ത 215ഓളം ഹദീസുകൾ ഈ ഹനഫി ഇമാമിനുണ്ട്. അതുമാത്രമല്ല സലാത്തിൻ്റെ ബാബിലായിക്കൊണ്ട് മഹാനവറുകൾ ആ ബാബിലായിക്കൊണ്ട് മാത്രം മഹാനവറുകൾക്ക് ഒരു മുസ്നദ് ഉണ്ട്. ഇവരുടെ ഈ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഈ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ചിരുന്നത് അബുൽ മുഅയ്യദ്, പിന്നീടുള്ള കാലത്ത് ക്രോഡീകരിച്ചത് അബുൽ മുഅയ്യദ് മുഹമ്മദ് ബിൻ മഹ്മൂദ് അൽ ഖവാറസ്മി എന്നവരാണ്. ഇത് തന്നെ ഏകദേശം 800ഓളം പേജുകൾ ഇവരുടെ ഹദീസ് ഉണ്ടായിരുന്നു എന്നാണ്.
ഇത് പിന്നീട് 1326 മിസ്രിൽ പ്രിൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. യഥാർത്ഥ പേര് അബു അബ്ദുല്ല മാലിക് ബിൻ അനസ് അൽ അസ്ബഹി എന്നാണ്. ഹിജ്റ 95 ജനിച്ചു. റബീഅ എന്നുള്ള പണ്ഡിതരിൽ നിന്നും ഫിഖ് കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഹദീസൊക്കെ ഓതിക്കൊടുക്കുമ്പോൾ നല്ല ബഹുമാനത്തോടു കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഉളു എടുത്ത് നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ ആ ഒരു ബഹുമാനം കാത്ത് സൂക്ഷിച്ചിരുന്നു. ഇവർക്ക് ഉള്ള ഒരു ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് മുവത്ത. മുവത്ത എന്നുള്ളതാണ് ഫിഖിലും ഹദീസിലായിട്ട് എഴുതപ്പെട്ട ആദ്യത്തെ കിതാബ്. അടുത്ത മൂന്നാമത്തെ പണ്ഡിതന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ അബ്ബാസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫിഈൽ ഖുറശി എന്നാണ് യഥാർത്ഥ പേര്. ഇതിലേക്ക് ചേർത്തിയിട്ടാണ് ഷാഫിഈൽ ഖുറശി എന്നതിൽ ചേർത്തിയിട്ടാണ് ഷാഫിഈ എന്ന് വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിലേക്ക് ചേർത്തിക്കൊണ്ട് മുത്തലിബി എന്നുകൂടെ വിളിക്കപ്പെടുന്നത്. മാത്രമല്ല ഷാഫി ഇമാമിൻ്റെ ഉപ്പ മക്കക്കാരനായ കൊണ്ട് മക്കി എന്നുള്ള വിളിപ്പേരുണ്ട്. ഈ 3 പേരുണ്ടെങ്കിലും ഷാഫി എന്നതാണ് ഏറ്റവും ഗാലിബായിട്ട് ഉള്ളത്. 150 മുതൽ 204 ഹിജ്റ 150 മുതൽ 204 വരെ, അതായത് ക്രിസ്താബ്ദം 767 മുതൽ 820 വരെയാണ് ജീവിച്ചത്. ഫലസ്തീനിലെ ഗസയിലായിരുന്നു ജനനം. അത് മഹാൻ്റെ ഉപ്പയും ഉമ്മയും കൂടി ഫലസ്തീനിലേക്ക് പോയപ്പോൾ ഉപ്പ ആ ഫലസ്തീനിൽ മരണപ്പെടുകയും വഫാത്താവുകയും ഉമ്മ ഗർഭിണിയായിരുന്നു. പിന്നീട് ഉമ്മ അവിടെ പ്രസവിക്കുകയും മഹാനായ ഷാഫി ഇമാമും ഉമ്മയും 2 വർഷത്തോളം അവിടെ നിന്നു. ബഗ്ദാദിൽ അല്ല ഗസയിൽ നിന്നു. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നീട് മക്കയിലേക്ക് 2 വർഷത്തിന് ശേഷം മക്കയിലേക്ക് പോയി. അവിടുന്ന് 7ാം വയസ്സായപ്പോൾ തന്നെ ഖുർആൻ മനപ്പാടമാക്കുകയും 10ാം വയസ്സായപ്പോൾ മേലെ പറഞ്ഞ മാലിക് ഇമാമിൻ്റെ മുവത്ത മനപ്പാടമാക്കുകയും ചെയ്തു. പിന്നെ അവിടെ ഹുദൈൽ ഗോത്രത്തിലായിട്ട് താമസിച്ച കാരണത്താൽ, ഹുദൈൽ ഗോത്രം സാഹിത്യത്തിൽ ഭയങ്കര അറിയപ്പെട്ട ഗോത്രമാണ്. അവിടെ താമസിച്ച കാരണത്താൽ നല്ല സാഹിത്യ സമ്പുഷ്ടനാകാൻ സാധിക്കുകയും മാത്രമല്ല അവരുടെ കവിതകളൊക്കെ പഠിക്കുകയും ചെയ്തിരുന്നു. ഷാഫി ഇമാമിൻ്റെ ഫിഖിലുള്ള ഉസ്താദ് മെയിനായിട്ട് പറയാനുള്ളത് മാലിക് ഇമാം തന്നെയാണ്. പിന്നെ അതിന് പുറമെ മെയിനായിട്ടുള്ള 2 ഉസ്താദുമാർ എന്ന് വെച്ചാൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്. എന്നാലും ഏറ്റവും എണ്ണപ്പെടുന്ന 2 ഉസ്താദുമാർ മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി എന്നവരും സുഫ്യാൻ ഇബ്നു ഉയൈന അൽ ഹിലാലി എന്ന ഈ 2 ഉസ്താദുമാരായിരുന്നു ഷാഫി ഇമാമിൻ്റെ മാലിക് ഇമാമിന് പുറമെയുള്ള ഉസ്താദുമാർ. പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടാണ് മഹാനെ 3ാമതൊരു മദ്ഹബ് കൊണ്ടുവരുന്നത്. ആ യാത്രകൾ പിന്നെ അവിടുന്ന് യമനിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വന്നു, മക്കയിൽ നിന്ന് യമനിൽ പോയി, യമനിൽ നിന്ന് പിന്നെ ഇറാഖ് പോയി. അവിടുന്ന് ഒക്കെ ഇൽമ പഠിക്കും. കിട്ടിയ അറിവ് അവിടെ ഉള്ളവർക്കും പറഞ്ഞു കൊടുക്കും. ഇറാഖിൽ നിന്ന് പിന്നെ മിസ്റിലേക്കും ഹിജ്റ 195 ബഗ്ദാദിലേക്കും പോയി. പിന്നെയും ഹിജാസിലേക്ക് പോയി. പിന്നെയും ഹിജ്റ 198 ഇറാഖിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് മഹാനവറുകൾ ഇൽമ പഠിച്ചതും പഠിപ്പിച്ചതും ഇതനുസരിച്ച് പുതിയ മദ്ഹബ് ഉണ്ടാക്കിയതും. ഷാഫി മദ്ഹബിൻ്റെ ഇത് പ്രാമാണികമായിട്ട് നോക്കുന്നത് ആദ്യം ഖുർആന്, പിന്നെ സുന്നത്ത്, പിന്നെ ഇജ്മാ, ഖിയാസ്, ഉറുഫ്, ഇസ്തിസ്ഹാബ് എന്നുള്ള രീതിയിലാണ്. നേരത്തെ നമ്മൾ ഹനഫി ഇമാമിൻ്റെ പറഞ്ഞപ്പോൾ ഖുർആന്, സുന്നത്ത്, ഖൗലു സഹാബി എന്നൊരിതുണ്ടായിരുന്നു. അതിവിടെ ഇല്ല. സുന്നത്ത് കഴിഞ്ഞാൽ പിന്നെ ഇജ്മായിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. പിന്നെ മെയിനായിട്ട് എണ്ണപ്പെടുന്ന ഗ്രന്ഥങ്ങൾ 2ആണ്. ഒന്ന് കിതാബുൽ ഉമ്മ്, രണ്ടാമത്തത് കിതാബുൽ ഹുജ്ജ. ഈ 2 ഗ്രന്ഥങ്ങളാണ് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നത്. ഷാഫി മദ്ഹബ് ഇറാഖ്, ഫലസ്തീൻ, മിസ്ർ, ഷാം എന്നതിന് പുറമെ ഇന്ത്യ, ഓസ്ട്രേലിയ, ചൈന, ഇന്തോനേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. പിന്നെ 4ാമതായിട്ട് പറയാനുള്ളത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പറ്റിയിട്ടാണ്. അബു അബ്ദുല്ല അഹ്മദ് ബിൻ ഹംബൽ എന്നാണ് യഥാർത്ഥ പേര്. ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ച് മഹാനായ ഷാഫി ഇമാമിൽ നിന്നും ഇൽമ സ്വീകരിച്ച് അതേപോലെ തന്നെ എണ്ണപ്പെടുന്ന ഗ്രന്ഥം മുസ്നദ് അഹ്മദ് എന്ന ഹദീസിൻ്റെ വളരെ പ്രശസ്തമായ മുസ്നദും മഹാനവറുകൾക്ക് ഉണ്ട്. ഇനി പറയുന്നത് ഈ 4 മദ്ഹബും
വ്യാപിച്ചതിനെ പറ്റിയാണ്. ഹനഫി മദ്ഹബ് മെയിനായിട്ട് വ്യാപിച്ചത് ഇറാഖിലും, ഷാഫി മദ്ഹബ് മിസ്ർ, ഇറാഖ്, ഷാം എന്നിവിടങ്ങളിലും. അതിന് പുറമെ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ടല്ലാതെ ഇന്ത്യ, ചൈന എന്നിവയിലേക്കും വന്നിട്ടുണ്ട്. പിന്നെ മാലിക് ഇമാമ് ആഫ്രിക്ക ഭാഗത്തായിട്ട് സുഡാൻ ആ ഏരിയയിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഹംബലി മദ്ഹബ് അത്ര വ്യാപിച്ചിട്ടില്ല, ഏതാനും ചില സ്ഥലങ്ങളിലേക്കായിരുന്നു അന്നൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പറയാനുള്ളത് ഹദീസ് അങ്ങനെ പോയിട്ട് ഇൽമു തസവ്വുഫ്, ഇൽമുൽ കലാം എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം.